ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പ്ലംബിങ് വർക്കുമായിട്ടാണ്. അതായത് ഒരു മോട്ടർ കൊണ്ട് തന്നെ ഒന്ന് കുഴൽക്കിണറിലെ വെള്ളവും അതേപോലെ തന്നെ ടാങ്കിലെ വെള്ളവും ഒരുമിച്ച് നമുക്ക് മാറി മറിച്ച് അടിക്കുന്ന രീതിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കാണിച്ചു തരാം. അതിൻ്റെ ഈ കണക്ഷൻ ബോർവെല്ല് നമ്മുടെ കുഴൽക്കിണറിലെ വെള്ളമാണ്, അതിൻ്റെ കണക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ടാങ്ക് പ്രത്യേകം വെച്ചിട്ട് അകത്ത് വെള്ളം അടിച്ചിട്ടുണ്ട്, അത് നമ്മുടെ മുകളിലേക്ക് അടിച്ച് കയറ്റുന്ന ഇതാണ്. ഇപ്പോൾ ഈ താഴെ വെച്ചിരിക്കുന്ന ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്തുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്തുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴൽക്കിണറിലെ വെള്ളം അടിച്ച് കയറ്റാൻ നോക്കും. അങ്ങനെ ഒരു മോട്ടർ തന്നെ 2 വെള്ളം അടിച്ച് കയറ്റുന്ന രീതിയാണിത്. ആദ്യം തന്നെ നമുക്ക് ടാങ്ക് വെക്കുന്നതിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. നമ്മൾ ഒരേ വരി കല്ലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 500 ടാങ്ക് വെക്കുന്നതിനുള്ള വലിപ്പത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടാങ്കിന് ഹോളിടുന്നതിന് വേണ്ടി ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ചൂടാക്കി എടുത്തിട്ട് ടാങ്കിൻ്റെ 2 വശത്തായിട്ട് നമുക്ക് തുളയിടണം. ഇതൊന്ന് നമുക്ക് ടാങ്കിലോട്ട് വെള്ളം കയറുന്നതിന് വേണ്ടി, പിന്നൊന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഫുട്ബോൾ ഇടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് 2 തുളയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് മീറ്ററിൽ നിന്ന് വരുന്ന പൈപ്പാണ്. ഇവിടെ നമ്മൾ മുറിച്ച് ടീയിട്ടാണ് നമ്മൾ ടാങ്കിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ ടാങ്കിലോട്ട് വെള്ളം കയറുന്ന അവിടെ തന്നെ ഒരു വാൽവ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം പൂട്ടണമെങ്കിൽ, പൂട്ടുന്ന വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പൂട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. ആ 3/4 ഇഞ്ചിൻ്റെ ഒരു വാൽവാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ മീറ്ററിൽ നിന്ന് കണക്ഷൻ ടാങ്കിലോട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞ് ഇടയ്ക്കൊരു വാൽവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കയറുന്നുണ്ട്. ഇവിടെ നമ്മളിനി ഒരു വോൾ വാൽവ് സ്റ്റോപ്പർ വെക്കണം, അത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വെള്ളം കയറുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫുട്ബോളിൻ്റെ ശരിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ ഇട്ടിട്ടുണ്ട്. ബാക്കി അങ്ങോട്ട് കണക്ഷൻ കൊടുക്കാൻ പോയാണ്.
ഇവിടെ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു വാൽവ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മോട്ടർ അടിക്കുമ്പം ടാങ്കിലെ വെള്ളം മൊത്തം വലിഞ്ഞു മാറി വല്ല എയർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാൽവ് തുറന്ന് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുവേണ്ടിയാണ് ഇവിടെ കൂടെ ഒരു വാൽവ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പറും വെച്ച് ഇത് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിലെ വെള്ളം നിറഞ്ഞുകൊണ്ട് ഫുള്ളായിട്ടുണ്ട്. ഇത് ബോർവെല്ലിലോട്ടുള്ള കണക്ഷനാണ്. നമ്മളിത് കട്ട് ചെയ്യേണ്ടാണ് നമ്മൾ ഇതിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടാങ്കിലോട്ട് ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 വശത്തോട്ടും ഒരേപോലെ വെള്ളം എടുക്കത്തക്ക അതിനുള്ള സാധനങ്ങൾ 2 വാൽവൊക്കെ വെച്ച് സാധനം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് ഇത് മുറിച്ച് യൂത്തിലോട്ട് കണക്ട് ചെയ്യും. ഈ കണക്ഷൻ ബോർവെല്ല് നമ്മുടെ കുഴൽക്കിണറിലെ വെള്ളമാണ്, അതിൻ്റെ കണക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ടാങ്ക് പ്രത്യേകം വെച്ചിട്ട് അകത്ത് വെള്ളം അടിച്ചിട്ടുണ്ട്, അത് നമ്മുടെ മുകളിലേക്ക് അടിച്ച് കയറ്റുന്നതാണ്. ഇപ്പോൾ ഈ താഴെ വെച്ചിരിക്കുന്ന ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്തുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്തുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴൽക്കിണറിൽ വെള്ളം അടിച്ച് കയറ്റാൻ നോക്കും. അങ്ങനെ ഒരു മോട്ടർ തന്നെ 2 വെള്ളം അടിച്ച് കയറ്റുന്ന രീതിയാണത്. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ പൂർത്തിയായി. കാരണം മോട്ടറിൽ നിന്ന് മേളിൽ നിന്ന് വരുന്നത് നമ്മൾ നേരെ മേളിലെ ടാങ്കിലോട്ടും കൊടുത്തിട്ടുണ്ട്. തന്നെ എല്ലാം നമ്മൾ മൂടി റെഡിയാക്കി. നമ്മുടെ ടാങ്ക് നമ്മൾ ഇച്ചിരി ലോങ്ങിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇനിയുള്ള വെള്ളം കയറിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാണ് സബ്സ്ക്രൈബ് ബട്ടണും ആ തുടർന്ന് ബെല്ലൈക്കൻ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.